പോലുള്ള മഹാന്മാരുടെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് വളരെ നല്ല പരിപാടികളെ നമ്മൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ട സ്ഥലമല്ലത്. ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആരാണെങ്കിലും ഇവിടെ വന്ന് അവർ പറയേണ്ടത് എന്താ? ഇവിടെ കൂടിയതായ മോമിനീങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് അവർക്ക് ഉപകരിക്കുന്നതായ നസീഹത്തുകൾ പറയാം. ആ നസീഹത്തുകൾ പറയുക, മഹാന്മാരാവുന്ന ഔലിയാവിനെ പരിചയപ്പെടുത്തുക. ആരാണ് വലിയ, ആരാണ് നബി, അവരെ പരിചയപ്പെടുത്തുക. ഔലിയാവിനോട് ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ്? അത് അത്ഭുതം ഉണ്ടാവുന്നത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ടത്. അമ്മൽ കുമ്മലുമിനൽ ഔലിയാഹി ഫയഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ അയ്ദിഹിം. വലിയ വലിയ ആളുകൾ അവർ മുഖേന കറാമത്ത് വെളിപെട്ടു പോയാൽ അവർക്ക് പേടിയിരുന്നു. ഇന്നങ്ങനല്ല, ഇന്ന് ഉണ്ടാകുന്നതിന് മുമ്പേനെ പറഞ്ഞു നടക്കണം. വലിയ ആയിട്ടല്ല, വലിയാണെന്ന് ഏതെങ്കിലും ആളുകൾ വിശ്വസിക്കൂ, തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൊതുജനങ്ങളെ. എന്നിട്ട് അവൻ്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ച് കൂടും. എന്നിട്ട് അവൻ എന്താ ചെയ്യണത്? എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്നുണ്ടായതായി കൊണ്ട് നുണപ്രചരണം നടത്തുക. എന്നിട്ട് അത് ജനങ്ങളിലേക്ക് അന്നേൽക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കുക. അത് തെറ്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ തൃപ്പഞ്ചി ഉസ്താദിൻ്റെ ഉറൂസ് സംബന്ധിച്ച് ഉറൂസിൽ ജിഫ്രി തങ്ങൾ നടത്തിയ ഒരു സംസാരം, വലിയ എന്നുള്ള ഒരു ശീർഷകത്തിൽ ആരാണ് വലിയ, അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക്കോ കറാമത്തോ കാണിച്ചവനെ വലിയ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ആ ഒരു പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും കൂടുതലായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നതിനാൽ ആരും ആ വിഷയം തങ്ങൾ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ച് മറ്റുള്ള ഉലമാക്കളെ നിരുത്സാഹപ്പെടുത്തി സംസാരിക്കാനോ അതല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനോ മുതിരരുതെന്ന് തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞതിൻ്റെ ഒരു ടോട്ടൽ, അല്ലെങ്കിൽ എന്താണ് ജിഫ്രി തങ്ങൾ അതിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ളതിൻ്റെ വിശദീകരണം, അതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാവാത്തവർക്ക് വ്യക്തമാക്കി തരാൻ ഉസ്താദ് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ വളച്ചൊടിച്ച് നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന സൂക്ഷ്മതയുള്ള ഉലമാക്കളെ താഴ്ത്തിക്കെട്ടാൻ കുറച്ച് വിഭാഗക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം നാം തിരിച്ചറിയണം. അത് വ്യക്തമാക്കി ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഉസ്താദ് വീഡിയോയിൽ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ വലിയ എന്ന് പറഞ്ഞാൽ കറാമത്ത് എന്നുള്ളൊരു ഗ്രേഡിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക് കാണിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും വലിയ ആകുന്നില്ല. പിന്നെ ഉയ്സ് വലിയ, ആരാണ് വലിയ? ജിഫ്രി തങ്ങൾ തന്നെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. എന്നാലും ചിലരങ്ങനെയാണല്ലോ, വ്യക്തമായാലും വ്യക്തത തിരിച്ചറിയാത്ത രീതിയിൽ പൊട്ടത്തരത്തിൻ്റെ ഒരു മുഖമൂടി മുമ്പിലിട്ട് മറക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കിടയിൽ അവരുടെ ലക്ഷ്യം എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ച് നമുക്കിടയിലുള്ള ഒരു ഐക്യത്തെ തന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവരെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ഉസ്താദ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ എന്ന് പറഞ്ഞാൽ വലിയുള്ള, അല്ലെങ്കിൽ വലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഷാർത്ഥം അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവൻ എന്നാണ്. സൂക്ഷ്മത കൊണ്ടും സ്വന്തം വ്യക്തി ജീവിതത്തിലും സമൂഹത്തിനിടയിലും എല്ലായിടത്തും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട്, സൃഷ്ടികൾ ഒരു നിലക്കും അവർ ഭയപ്പെടുകയില്ല. അവർ അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തിയവരും അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും സമൂഹത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും മോശപ്പെട്ടത് കണ്ടാൽ ഒരാളെയും തെല്ലും ഭയമില്ലാതെ എല്ലാവരെയും സന്മാർഗത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ഒറ്റ ഒരു മൈൻഡിൽ മാത്രം ജീവിച്ചവർക്കാണ് വലിയുള്ള അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറയുക. അതായത് തഖ്വയുള്ളവർ, അതുപോലെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. അത് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ വലിയ എന്നുള്ളത് ആരാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ആയത്ത് ഞാൻ നിങ്ങൾ ഓതി തരാം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വ ഖാനൂ യത്തഖൂൻ. രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. രണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ വലിയ എന്നുള്ള ആ ഒരു വ്യക്തിത്വങ്ങളെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച് വലിയ എന്നുള്ള ഉയ്സ് വലിയ എന്നുള്ളത് പടച്ച റബ്ബ് തന്നെ പറഞ്ഞു തരാണ്. അവര് എന്ന് പറഞ്ഞാൽ ആരെയും ഭയക്കുകയില്ല, അവര് ദുഃഖിതരാവുകയുമില്ല. പടച്ച റബ്ബിൽ അർപ്പിച്ച വിശ്വാസത്തിനിടയിൽ അവർക്ക് മറ്റൊരു മീഡിയേറ്റർ, മറ്റൊരു വ്യക്തിയെ ഭയക്കേണ്ടതോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമോ എന്നുള്ളത് പേടിച്ചിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അവർ വിശ്വസിച്ചവരാണ്, അവർ തഖ്വയുള്ളവരാണ്. ഇതാണ് വലിയ എന്ന് പറഞ്ഞാൽ. പിന്നെ മാജിക് കാണിച്ചാൽ വലിയാവൂ എന്നുള്ളത്
എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. മാജിക് ഇപ്പം ആരൊക്കെ കാണിക്കുന്നുണ്ട്? പണ്ഡിതന്മാർ മാത്രം ഇപ്പം മാജിക് കാണിക്കണ്? എത്രങ്ങാനും ആൾക്കാർ മാജിക് കാണിക്കുന്നുണ്ട്? ഓലക്കപ്പം വലിയ അല്ല. അപ്പൊ വലിയ എന്നുള്ളത് ഒരു തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മാജിക് അല്ലെങ്കിൽ കറാമത്ത് എന്തെങ്കിലും കാണിച്ചു എന്നത് വെച്ച് മാത്രം ആ ഒരു വ്യക്തിയെ വലിയെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പേരെടുത്ത് വരണ്ടു, അവിടെ ഒരു അപ്പുറത്തൊരു പെട്ടി വെച്ചു പോകും. ആ പെട്ടിക്ക് ഞാൻ പറഞ്ഞു അവിടുന്ന് ഈ പേര എറിഞ്ഞിട്ട് ആ പെട്ടിക്ക് വീഴ്പ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ പേന പോയി ആ പെട്ടിയിൽ പോകണു. അത് സംഭവിക്കാതിരിക്കുക. അതിന് ഇന്നിപ്പോ വലിയ കയറാൻ പറ്റുമോ? ഇല്ല. ഇവന്റെ ജീവിതത്തിൽ കോഴിക്കോട്ട് ഞാൻ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു വ്ളോഗർ വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ വാച്ചിന്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യുമോ? ഞാൻ പറഞ്ഞു 499. കട്ടക്കത് ശരിയായി. അതിൻ്റെ അടുത്ത് ഞാൻ വലിയാണെന്ന് അല്ല. വലിയത് സൂക്ഷ്മമായ ജീവിതം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലദീന ആമനു കാനു യത്തഖൂൻ, അവര് വിശ്വസിച്ചവരാണ്, അവർ തഖ്വയുള്ളവരാണ്. സൂക്ഷ്മത കൊണ്ടും പടച്ച റബ്ബിൽ അർപ്പിച്ച വിശ്വാസത്തിനിടയിൽ അവർക്ക് മറ്റൊരാളെയും തെല്ലും ഭയമില്ലാതെ ദുഃഖിതരല്ലാതെ ജീവിച്ചു പോകുന്ന പണ്ഡിതന്മാരാണ് വലിയ. ഓക്കെ, അതാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞ കറാമത്തിൽ മാത്രം അനിശ്ചിതമല്ല വലിയ എന്നുള്ള പദം. അള്ളാഹുവിനോടുള്ള പൂർണ്ണ വിശ്വസ്തത, അതുപോലെ ശരിയാത്ത വഴികളിൽ ഉറച്ചു നിൽക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി പിന്തുടരുക, ദീനീ ജീവിതം, അതിൽ ഇബാദത്ത് പെട്ടു, മനസ്സിനെ ശുദ്ധി പെട്ടു, അള്ളാഹുവിനോടുള്ള ഭയം പെട്ടു. ഇത്തരം കാറ്റഗറികളിലെല്ലാം പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ 10 of 10 അത്രയും നിലപാടിൽ ഉറച്ചു നിന്ന് സൂക്ഷ്മതയോടെ ജീവിച്ച പണ്ഡിതന്മാരാണ് വലിയ എന്നുള്ളത്. അപ്പൊ കറാമത്ത് ചെയ്തു എന്നത് വലിയ ആവാനുള്ളതിന് തെളിവല്ല. അപ്പോൾ നമുക്കിടയിലൊക്കെ മുമ്പ് ജീവിച്ച പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഇപ്പോഴുള്ള പണ്ഡിതന്മാരും ആരായാലും അവർക്ക് ഭയമാണ്. കാരണം ഓലിന് എന്തെങ്കിലും ഒരു കറാമത്ത് സംഭവിച്ചാൽ അത് പുറത്ത് വിലയിരുത്തുന്ന ആൾക്കാർ അപ്പത്തിന് ഓല അഡ്രസ് ചെയ്യാൻ തുടങ്ങി. അത് വലിയാണ്. അതാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കറാമത്ത് കാണിച്ചു എന്നതുകൊണ്ട് മാത്രം അവർ വലിയായി തീരുന്നില്ല. അത് നമുക്കിടയിലുള്ള ബോധമുള്ള വിവരമുള്ള എല്ലാവർക്കും അതറിയാം. പക്ഷേ നമുക്കിടയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം അത്തരത്തിൽ മനഃപൂർവ്വം ഇത്തരം പരാമർശനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ബോധത്തിലാണ്. അതല്ലെങ്കിൽ ആ ഒരു അത്തരക്കാരെ പിന്തുടരുത്, അത്തരക്കാരെ വിശ്വസിക്കരുത് എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് ഉസ്താദ് ആ ഒരു പദം വലിയ എന്നുള്ളതും ആ വലിയന്റെ വിശദീകരണവും നമുക്ക് നൽകിയത്. അപ്പോൾ സത്യങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കാനും തിന്മകളായിട്ട് തന്നെ മനസ്സിലാക്കാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഹക്കായിട്ട് തന്നെ മനസ്സിലാക്കണം, ബാത്തിലായിട്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും ബാത്തിലെ കണ്ടാൽ അത് എഴുതി തള്ളാനുള്ള, അവരെ പിൻപറ്റാതിരിക്കാനുള്ള ഒരു ആർജവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞതിൻ്റെ ടോട്ടൽ മാന. ഹക്കായിട്ടും ബാത്തിലായിട്ടും തിരിച്ചറിയാനുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരണം. ഇൻഷാ അല്ലാ തങ്ങൾ ഉസ്താദിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ ഈ ക്ലിപ്പിന് ശേഷം വെക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും തെറ്റിദ്ധാരണകളിൽ വീട് പോകരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോലുള്ള മഹാന്മാരുടെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് വളരെ നല്ല പരിപാടികളെ നമ്മൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. ഇവിടെ വന്ന് എന്തെങ്കിലും പറയേണ്ട സ്ഥലമല്ലത്. ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആരാണെങ്കിലും ഇവിടെ വന്ന് അവർ പറയേണ്ടത് എന്താ? ഇവിടെ കൂടിയതായ മുഅ്മിനീങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് അവർക്ക് ഉപകരിക്കുന്നതായ നസീഹത്തുകൾ പറയണം. ആ നസീഹത്തുകൾ പറയുക, മഹാന്മാരാവുന്ന ഔലിയാവിനെ പരിചയപ്പെടുത്തുക. ആരാണ് വലിയ, ആരാണ് നബി, അവരെ പരിചയപ്പെടുത്തുക. ഔലിയാവിനോട് ബന്ധപ്പെട്ട അത്ഭുതകരമാവുന്ന കാര്യങ്ങൾ അത് എന്താണ്? അത് അത്ഭുതം ഉണ്ടാവുന്നത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ അളക്കേണ്ടത്. അമ്മൽ കുമ്മലു മിനൽ ഔലിയാഹി ഫയഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ അയ്ദിഹിം. വലിയ ആളുകൾ അവർ മുഖേന കറാമത്ത് വെളിപെട്ടു പോയാൽ അവർക്ക് പേടിയിരുന്നു. ഇന്നങ്ങനല്ല, ഇന്ന് ഉണ്ടാകുന്നതിന് മുമ്പേനെ പറഞ്ഞു നടക്കണം. വലിയ ആയിട്ടല്ല, വലിയാണെന്ന് ഏതെങ്കിലും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൊതുജനങ്ങളെ. എന്നിട്ട് അവൻ്റെ ചുറ്റും പല ആളുകളും ഒരുമിച്ച് കൂടും. എന്നിട്ട് അവൻ എന്താ ചെയ്യണത്? എന്തെങ്കിലും ഒരു സംഗതി അവനിൽ നിന്ന് ഉണ്ടായതായി കൊണ്ട് നുണപ്രചരണം നടത്തുക. എന്നിട്ട് അത് ജനങ്ങളിലേക്ക് അന്നേൽക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കി തീർക്കുക. അത് തെറ്റാണ്. കറാമത്തല്ല ഒരു വലിയ അളക്കേണ്ട മാനദണ്ഡം. നമ്മളെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് പല കള്ളന്മാരും. അവരിങ്ങനെ കൂടി അവർ പല കുപ്പായും പല നിലക്കുള്ളതായ കോപ്പിരാട്ടിയൊക്കെ കാണിച്ച് ജനങ്ങളെ വശീകരിച്ച് ഭൗതികമാവുന്നതായ നിലക്ക് അവരെ ചൂഷണം ചെയ്യുന്നതായ പ്രവണതകൾ. അത് തെറ്റാണ്. അവിടെയാണ് ഇതുപോലുള്ള മഹാന്മാരാവുന്ന ഔലിയാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ഇന്ന് ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ,
അവർ ഇസ്തിഖാമത്തിൻ്റെ ആ പൂർണ്ണമായ രൂപം അത് ഉണ്ടാവലാണ് ഒരു വലിയാണെന്നുള്ളതിൻ്റെ അടയാളം. വലിയനെ അളക്കേണ്ടത് എങ്ങനെ? അവനിലുള്ള ഇസ്തിഖാമത്ത്. അവൻ ശരീഅത്തിന്റെ മഹാനാവുന്നതായ ഷെയ്ഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാള് സമുദ്രത്തിൽ കൂടി തോണിയോ കപ്പലൊന്നും ഇല്ലാതെ നടന്നു വെക്കുക, ആകാശത്തിൽ കൂടി അവൻ പറന്നു എന്ന് വെക്കുക, വഅഹ്യൽ മൗത മരിച്ചവരെ അവൻ ഹയാത്താക്കി എന്ന് വെക്കുക. എന്നാലും അവനെ നമ്മൾ വിശ്വസിക്കൂല. അവന്റെ റൂട്ട് ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ആവണം. അങ്ങനെ ശരിയായ റൂട്ടിൽ കൂടി അല്ലാന്ന് വെക്കുക. ഫലാ തത്തബിഉഹു, അവനെ പിൻപറ്റാൻ പാടില്ല. അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മജ്ദൂബികളാവുന്ന ഖൗമും ബഹാരിയിൽ അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അതില്ലാന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ആളുകളുണ്ട്. അവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല. അവരോട് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു പോരാ. അതുകൊണ്ട് ഇവിടെ ഭീരാന്തായി നടക്കണ എല്ലാവരും ഔലിയാക്കന്മാരാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. അപ്പൊ നെല്ലും പതിരും അത് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കുക. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മജ്ദൂബികളാവുന്ന മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഒമിൻഹും ഖൗമും ബഹാലിൽ അങ്ങനത്തെ ചില മഹാന്മാരാവുന്ന ഔലിയാവിന്റെ കൂട്ടത്തിലുണ്ടാവും. അതില്ലാതെ നമ്മൾ നിഷേധിക്കണില്ല. അവരെ നമ്മൾ പിൻപറ്റാൻ പറ്റില്ല. പിൻപറ്റാന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചായ കുടിച്ചു നോമ്പിന് ഉച്ചക്ക് നല്ല ചായയാണ്. എന്നാൽ നമ്മളും അവരൊപ്പം പിൻപറ്റുകയാണ് ചായ കുടിക്കാൻ പറ്റുമോ? നമ്മളോട് തെക്ലീഫുണ്ട്. അയാൾ തെക്ലീഫിന്റെ ലോകത്തല്ല ഉള്ളത്. അയാൾ ചിലപ്പോൾ നിസ്കരിച്ചില്ലാന്ന് വരും. ഇങ്ങനത്തോൻ്റെ ഒപ്പം പിൻപറ്റാൻ പറ്റൂല. പക്ഷെ അയാൾ സ്വന്തം നിൽക്കാവൻ നല്ലവനാവാം, അത് ശരിയാണ്. എന്നാലും പിൻപറ്റാൻ പാടില്ല. പിൻപറ്റേണ്ടത് ആരവിട? ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നതായ ആളുകളോട് മാത്രമേ. അവനാണ് യഥാർത്ഥത്തിൽ വലിയ. അങ്ങനെ അവ ഇസ്തിഖാമത്തുള്ളവനാണ് യഥാർത്ഥ. അപ്പോൾ ഒരു വലിയനെ അളക്കേണ്ട മാനദണ്ഡം അവനിൽ ഇസ്തിഖാമത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇസ്തിഖാമത്തുണ്ടെങ്കിൽ അവർ വലിയ വലിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അവർ കറാമത്ത് പറഞ്ഞു നടക്കൂല. ഇന്ത്യക്കുന്ന അതുണ്ടായി ഇതുണ്ടായി, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉള്ളവരുണ്ടല്ലോ മൂപ്പരേക്കുന്ന അതുണ്ടായി ഇതുണ്ടായി. അപ്പൊ പലതും പറഞ്ഞു നടക്കുമ്പോൾ സുനാമി വന്നതിൻ്റെ ശേഷം പലരും പറഞ്ഞു സുനാമി വരുമെന്ന് ഞങ്ങളെ ഷെയ്ഖ് പറഞ്ഞു പോകുന്നു, ഞങ്ങളെ ഒലിയ പറഞ്ഞു പോകുന്നു. സുന്ന വരുന്നതിന് മുമ്പ് പറഞ്ഞു വിടുന്ന അവർക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പറയാം മുമ്പ് അയാൾ അങ്ങനെ പലതും പറയാം. കുട്ടി പ്രസവിച്ചതിന് ശേഷം അത് പെൺകുട്ടിയാണെന്ന് മുമ്പേൻ്റെ മൂപ്പര് പറഞ്ഞിരിക്കണം. അങ്ങനെ പലർക്കും പലതും പറയാൻ കഴിയും. അങ്ങനെ ചില കള്ളത്തെരിയൊക്കെ പോയിട്ട് നടക്കണ ചില ആളുകളുണ്ട്. അതില്ലാന്നെല്ലാം പറയണത്. അപ്പൊ ഇതൊക്കെ ഒരു അത്ഭുതം പറയാന്നുള്ളതോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ഗൈബ് അത് മാധ്യമങ്ങളെ കൊണ്ട് മാധ്യമാവുന്നതായ സംഗതികളെ കൊണ്ട് ഒരാൾക്കും ഇൽമുൽ ഗൈബിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് ഇലാഹിയായ പ്രത്യേകമാവുന്നതായ ഒരു അറിവ് മാത്രമാണ്. അതിനുള്ള പ്രത്യേകമാവുന്ന ഇലാഹിയായ മാധ്യമങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപയോഗിച്ചുകൊണ്ടാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ വരാൻ പോകുന്നതും കഴിഞ്ഞതുമാവുന്ന കാര്യങ്ങളൊക്കെ പറയണത്. അങ്ങനെ ഒരു അത്ഭുതം ഒരാളിൽ നിന്ന് ഉണ്ടായി തീർന്നാൽ ആ അത്ഭുതം ഉണ്ടായത് കൊണ്ടിട്ട് അയാൾ വലിയാണെന്ന് വിശ്വസിക്കാൻ പറ്റൂല. വലിയാണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? അവരിൽ ഇസ്തിഖാമത്തുണ്ടോ? ആ അത്ഭുതങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അധികരിച്ച അത്ഭുതങ്ങൾ ഒരാളിൽ നിന്നുണ്ടായി നോക്കാം. എന്നാൽ അതിനേക്കാൾ വലിയവരുണ്ടാവും തീരെ അത്ഭുതങ്ങൾ ഇല്ലാത്തവർ. അവർ ഈ അധികരിച്ച അത്ഭുതങ്ങളുള്ളവരെക്കാൾ വലിയ ഔലിയാക്കന്മാരായിരിക്കും. അപ്പം അതൊക്കെ വളരെ വിശാലമായ ഒരു വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അവിടെ മദീനത്തുള്ള എല്ലാ ഖബറുകളും റസൂലുള്ളാഹി എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉഹദ് ശുഹദാഇന്റെ ഖബറുകൾ എപ്പോഴും റസൂലുള്ളാഹി സിയാറത്ത് ചെയ്യാറുണ്ട്. അത് ദിവസത്തിൽ സിയാറത്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ആഴ്ചയിൽ സിയാറത്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ മാസത്തിലൊരിക്കൽ ആ സിയാറത്ത് അങ്ങനെ സിയാറത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സിയാറത്തിൻ്റെ ഒക്കെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ആ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സഹാബിയാത്തും സഹാബികളൊക്കെ കൂടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക സിയാറത്ത്. അതാണ് ആ സിയാറത്തിനെ സംബന്ധിച്ച് ഞാൻ വിശേഷിപ്പിച്ചത് സിയാറത്തുൽ ഉളുമാൻ, ഒരു വലിയ സിയാറത്ത്. അത് വർഷത്തിലൊരിക്കൽ എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നു എന്നാണ്. കദാലിക ഫഅലഹു അബൂബക്കറിൻ ഉമർ ഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അങ്ങനെ വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക സിയാറത്ത് എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചെയ്തു, ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്തു.
അപ്പോൾ വർഷത്തിലൊരിക്കലുള്ള സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ്. അതോടൊപ്പം ആ സിയാറത്തിൻ്റെ സ്വഭാവം എങ്ങനെയാവണം അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു. അതെന്താ? ഇവിടെ നമ്മൾ സുന്നികൾ സിയാറത്ത് ചെയ്യണത് പോലെ ആദ്യം അൽ ഫാത്തിഹ പറയുക, പിന്നെ അവിടെ ഓതേണ്ടതായ സൂറകളൊക്കെ ഓതുക, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. ഇപ്പം നമ്മളിവിടെ വന്ന് സിയാറത്ത് ചെയ്തല്ലോ, അതേമാതിരി അങ്ങനെയാണ് ആ സിയാറത്ത് ഉണ്ടാവേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചത്. അത് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്. അത് ഒരു 8 വർഷം ഉഹദ് ശുഹദാഇനെ മറവ് ചെയ്ത് 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം, അതായത് ഉഹദ് ശുഹദാഇനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പ്രത്യേക സിയാറത്ത് നബി സംഘടിപ്പിച്ചു. ആ സിയാറത്തിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്താ? സ്വലാത്തുഹു അലൽ ജനാസത്തീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ ചെന്നു 8 വർഷം കഴിഞ്ഞതിന് ശേഷം. അതിൻ്റെ മുമ്പ് ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹ്, അതിൻ്റെ ശേഷം സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ പ്രത്യേകമാവുന്ന സിയാറത്ത് നബി സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു പ്രത്യേക സിയാറത്തിനെ പറ്റി ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യാം. സ്വലാത്തുഹു അലൽ ജനാസത്തീൻ. ഈ വാക്കിനിക്ക് ജനാസസ്കാരത്തിലുള്ള നിസ്കാരം പോലെ നബിയോട് നിസ്കരിച്ചു എന്ന് അർത്ഥം വെക്കാൻ പറ്റൂല. കാരണം ശുഹദാഇന്റെ മേൽ നിസ്കാരം പാടില്ല എന്നുള്ളതാണ് ചില മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ അഭിപ്രായം. അപ്പം നമ്മളെ മദ്ഹബിലൊക്കെ അങ്ങനെ ഷഹീദായി കൊല ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മേൽ മയ്യിത്ത് നിസ്കാരത്തിനൊക്കെ ആവശ്യമില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഷഹീദായി അങ്ങനെ ഉഖ്റവിയാവുന്ന ഷഹാദത്തും കൂടി ഉൾക്കൊള്ളുന്ന നിലക്കുള്ള ഷഹാദത്ത് ഒരാൾക്കുണ്ടായി തീർന്നാൽ അവരുടെ മേൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് മറ്റ് ചില മദ്ഹബുകളിൽ ശുഹദാഇന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കണം എന്നാണ്. മഹാനാവുന്ന ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങളെ മദ്ഹബൊക്കെ അങ്ങനെ ഷഹീദായി കൊല ചെയ്യപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ മേലിൽ മയ്യിത്ത് നിസ്കരിക്കണം. അപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ ഇവിടെ റിവായത്ത് ചെയ്യണ ഹദീസിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ സ്വലാത്തുഹു അലൽ ജനാസത്തി, ജനാസന്റെ മേൽ നിസ്കരിക്കുന്നത് പോലുള്ള നിസ്കാരം നിസ്കരിച്ചു എന്നാണ് അതിൻ്റെ വാഹിറാവുന്ന അർത്ഥം. പക്ഷേ ജനാസസ്കാരം നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? നമ്മളെ മദ്ഹബ് പ്രകാരം അതുപോലെ മറ്റു ചില അയിമ്മത്തിൻ്റെ മദ്ഹബ് പ്രകാരവും ശുഹദാഇന്റെ മേൽ നിസ്കരിക്കാൻ പാടില്ല. അപ്പം നമ്മൾക്കൊന്നും മയ്യിത്ത് നിസ്കാരമാണ് നബി അവിടുന്ന് ചെയ്തത് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇമാം അബൂ ഹനീഫ ഇമാമ തങ്ങളെ മദ്ഹബ് പ്രകാരം ശുഹദാഇന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കാം. പക്ഷേ ശുഹദാഇന്റെ മേലും എന്നല്ല, ഏതൊരുത്തൻ്റെ മേലും ഖബറിൽ ചെന്നിൻ്റെ സമീപത്ത് എന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവരെടുത്ത് 3 ദിവസത്തിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പാടില്ല. ഒരു ഖബറിൽ ഒരാൾ ചെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ 3 ദിവസം വരെയാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ്. നമ്മളെ മദ്ഹബ് പോലെയല്ല. നമുക്ക് എപ്പോൾ ചെന്ന് ആ മയ്യത്ത് മുൻപാത്ത കാലത്തോളം നിസ്കരിക്കാം. അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് അങ്ങനെയല്ല, 3 ദിവസത്തിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. അപ്പോൾ ശുഹദാഇന്റെ മേൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ ചെന്ന സ്ഥലത്ത് അത് 8 വർഷം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അബൂ ഹനീഫ ഇമാം തങ്ങൾക്കും ഈ നിസ്കാരം അവിടെ മയ്യിത്ത് നിസ്കാരം നബി നിസ്കരിച്ചു എന്ന് അർത്ഥം വെക്കാൻ അവർക്കും സാധ്യമല്ല. അപ്പോൾ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾക്കുള്ള ഏകകണ്ഠമായ അഭിപ്രായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിന്റെ സമീപത്ത് ചെന്നു 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം സ്വലാത്തുഹു അൽ ജനാസത്തി എന്ന് പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥം ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ദുആ നബി ദുആ ചെയ്തു എന്നാണ്. അതാണ് ഇത് അയിമ്മത്തിൻ്റെ ഇത്തിഫാഖാണ്. ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്നല്ല, ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വരുന്നു. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായവും അങ്ങനെ തന്നെ. ആ ദുആ ജനാസ നിസ്കാരത്തിലുള്ള ദുആ എങ്ങനെ? നമ്മൾ ജനാസ നിസ്കാരത്തിൽ ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ പറയും. അതന്നെയല്ലേ നമ്മൾ ഖബറിൽ ചെന്ന് പറയുന്നത്? ആദ്യം അൽ ഫാത്തിഹ പറയും. ഫാത്തിഹ പറഞ്ഞ് അതിനോടനുബന്ധിച്ചു കൊണ്ടിട്ട് ഖബറിൽ നിന്ന് ഓതാൻ പറ്റിയ സൂറകളൊക്കെ ഓതും. അപ്പം ജനാസ നിസ്കാരത്തിലുള്ള ദുആ പോലെ എന്ന് പറഞ്ഞാൽ ആദ്യം ഫാത്തിഹയും അതിനോട് ബന്ധപ്പെട്ട ആ സൂറത്തുകൾ ഖബറിൻ്റെ അടുത്ത് ഓതൽ സുന്നത്തായ സൂറകളൊക്കെ ഓതണം. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ സ്വലാത്ത് പറയണം. ആ സ്വലാത്ത് പറയുക എന്ന് പറഞ്ഞാൽ സ്വലാത്തിൻ്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം എന്നാണ്. വഇൻദബു ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെയാണ് ഫുഖഹാ പറഞ്ഞിട്ടുള്ളത്.
അതിന് തന്നെ രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം സ്വലാത്ത് പറയല്ല. രണ്ടാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്ത് പറയാം. അപ്പൊ നോക്ക്, ആദ്യം നമ്മൾ ഫാത്തിഹ ഓതി ഖബറുകൾ ചെന്നാൽ ദുആ അങ്ങനെയല്ലേ, ആദ്യം ഫാത്തിഹ ഓതണം, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. മയ്യിത്ത് നിസ്കാരത്തിലും അങ്ങനെ തന്നെ ഫാത്തിഹ ഓതണം. അതിന്റെ ശേഷം രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം വെറും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ല പറയേണ്ടത്, അതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. മൂന്നാമത്തത് തക്ബീറിന്റെ ശേഷം അവിടെ ദുആ ചെയ്യണം. നാലാമത്തെ തക്ബീറിന്റെ ശേഷം ദുആ ചെയ്യണം. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യും. മയ്യത്ത് മഹാന്മാരാണെന്ന് വെക്കുക, എന്നാൽ അവരിൽ നിന്നുള്ളതായ ഇംദാദാത്തുകളും നമ്മൾക്ക് ഇസ്തിഫാത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ദുആകൾ നമ്മൾ ചെയ്യും. അപ്പൊ അതാണ് മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആ പോലത്തതായ ഒരു ദുആ അവിടുന്ന് ചെയ്തു. അപ്പൊ ഞാൻ മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആ പോലത്തെ ദുആന്റെ ആ സ്വഭാവത്തിലുള്ള ഒരു ദുആയാണ് ഖബറുകൾ ചെന്ന് ചെയ്യേണ്ടത്. ആ സ്വഭാവത്തിലുള്ള ദുആ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇത് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസ് കൊണ്ട് വ്യക്തമാക്കപ്പെട്ട സംഗതി. അപ്പൊ മഹാനാവുന്ന ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേകമാവുന്ന സിയാറത്ത് സംഘടിപ്പിക്കണം. ആ വഫാത്തായ ആ മറവിട്ട് കിടക്കുന്ന വലിയ നബി അല്ലെങ്കിൽ ആ സ്വാലിഹായ മനുഷ്യർ, അവരെ മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു വിളംബരത്തോടു കൂടിയുള്ള ഒരു സിയാറത്ത്, അതാണ് ഉറൂസ്. പ്രത്യേകമായി വിളംബരം നടത്തി കണ്ടില്ലേ, ഇത്ര ആളുകൾ ഇതല്ലാത്ത ദിവസത്തോടെ ഒരുമിച്ച് കൂടുന്നുണ്ടോ? ഈ ഉറൂസിന്റെ സമയങ്ങളിലല്ലാതെ അങ്ങനെ ഒരുമിച്ച് കൂടില്ലല്ലോ. എന്താ കാരണം? ഇത് അറിയിപ്പ് നടത്തി വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ പ്രത്യേകമാവുന്ന ഒരു സിയാറത്ത് സുന്നത്താണ്. ആ സിയാറത്താണ് ഒന്ന്. ആ സിയാറത്തോ നമ്മളിപ്പോൾ ചെയ്യുന്ന സിയാറത്തിന്റെ സ്വഭാവത്തിലുള്ള സിയാറത്താവുകയും വേണം. അത് 2 അതല്ലേ, ഈ 2 സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒന്നെന്താ, അതിനോടനുബന്ധിച്ചുകൊണ്ട് അവരെ ഹബീബിങ്ങളാവുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകുക, അതും ഉറൂസിലുള്ള ഒന്നാണ്. നാലാമത്തെ ഒന്ന്, അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താക്കുക, മഖ്ബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് വെച്ചുകൊണ്ടോ വയറ് നടത്തുക. അതിനിപ്പോൾ എന്താ കുഴപ്പം? അവിടുന്ന് ദുആ നടത്തുക, അതിനൊന്നൊരു കുഴപ്പമില്ല. അപ്പൊ ആ നിലക്ക് ഉറൂസിലുള്ള സംഗതികളൊക്കെ ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിന്റെ ഭാര്യമാരോ അല്ലെങ്കിൽ നബിനോട് ബന്ധപ്പെട്ട ആളുകളോ മരണപ്പെട്ട് 1 വർഷം കഴിയുമ്പോൾ നബി ആടിനെ ഒട്ടകത്തിനൊക്കെ അറുത്ത് അവരെ സ്നേഹിതകൾക്കും അവരോട് ബന്ധപ്പെട്ട ആളുകൾക്കും വിതരണം ചെയ്യുന്ന ഒരു പതിവ് നബിക്കുണ്ടായി. അതന്നെ നമ്മളിവിടെ ചെയ്യണത്. ഈ ഇവിടെ മറവിട്ട് കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മദനി തങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുക, അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇതുപോലുള്ള നസീഹത്തുകളൊക്കെ നടത്തുക. ഇതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത സംഗതിയാണ്. അപ്പോൾ ഉറൂസിൽ ഒരു അനാചാരമില്ല. പക്ഷേ ഉറൂസിന്റെ ബൗണ്ടറി ആയിക്കൊണ്ട് അനാചാരങ്ങൾ അനുവദിക്കാനും പാടുള്ളതല്ല. അത് ഉറൂസ് കമ്മിറ്റിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഉറൂസിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകളും പുരുഷന്മാരുമായി കൊണ്ടുള്ളതായ ഈ ഇഖ്തിലാത്ത്, ഈ കലർന്നുള്ള ഈ നടത്തം അതുണ്ടാവാൻ പാടില്ല. സ്ത്രീകൾക്ക് വേറെ സ്ഥലം, അവർക്ക് അവരെ സ്ഥലത്ത് മറച്ചു വെക്കുക, അവർക്ക് മറ അവിടെ ഉണ്ടാവണം. ആ മറൻ്റെ അപ്പുറത്താവട്ടെ സ്ത്രീകളിരിക്കണത്. ആ സ്ത്രീകൾക്ക് കടന്നു വരാൻ പ്രത്യേകമായ വഴി ഉണ്ടാക്കി കൊടുക്കുക. അതിനൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ടല്ലോ, എത്രയോ സ്ഥലങ്ങളുണ്ട്. അവർക്ക് അങ്ങനെ പിന്നിൽ കൂടി പോയി അവിടെ ആ മസാറിൽ അവർ പോയി സിയാർത്ത് ചെയ്യട്ടെ, ആണുങ്ങൾ ഇങ്ങനെയും പോയി സിയാർത്ത് ചെയ്യട്ടെ. ആ നിലക്ക് ഉറൂസ് നടത്തപ്പെടുന്ന സ്ഥലങ്ങളിൽ അനിസ്ലാമികമാവുന്ന സംഗതികൾ ഉണ്ടാവുന്നതിനെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് പ്രത്യേകമായി പറയാനുള്ളത്. ഉറൂസിൽ യാതൊരു അനാചാരവുമില്ല. അപ്പോൾ ഉറൂസ് വളരെ മുബാറക്കാവുന്ന വളരെ പുണ്യമാവുന്നതായ ഒരു സംഗതിയാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉറൂസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വന്ന ആളുകൾക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മൾ അവരൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ. ഇവിടുത്തെ സ്ഥാപനങ്ങളിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഇതിനോട് ബന്ധപ്പെട്ട ഉസ്താദന്മാർക്കും ഒക്കെ നമുക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ധാരാളം ചൊരിഞ്ഞേറ്റ് ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. സ്വർഗ്ഗത്തിൽ മഹാന്മാരോട് കൂടെ അല്ലാഹു ഒരുമിച്ച് കൂടി തരട്ടെ. ഈ ഉറൂസിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ ഉറൂസിനോട് തുറന്നുകൊണ്ട് നടത്തപ്പെടുന്ന എല്ലാ പ്രവൃത്തിയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.